നെഹെമ്യാവ് അധ്യായം 12. ശെയൽത്തിയേലിന്റെ മകനായ സെരുബാബേലിനോടും യേശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരുമാവിത്: സെരായാവ്, ഇരമ്യാവ്, യസ്ര, അമര്യാവ്, മല്ലൂക്ക്, ഹത്തൂഷ്, ശെഖന്യാവ്, രഹൂം, മെരേമോത്ത്, ഇദ്ദോ, ഗിന്നെഥോയി, അബ്ബിയാവ്, മീയാമീൻ, മയദ്യാവ്, ബിൽഗ, ശെമയ്യാവ്, യോയാരീബ്, യദായാവ്, സല്ലു, ആമോക്, ഹിൽക്കിയാവ്, യദായാവ്. ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂവി, കദ്മിയേൽ, ശെരേബ്യാവ്, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മത്തന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബക്ബൂക്യാവും ഉന്നോവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ യോയാക്കീമിനെ ജനിപ്പിച്ചു. യോയാക്കീം എല്യാശീബിനെ ജനിപ്പിച്ചു. എല്യാശീബ് യോയാദയെ ജനിപ്പിച്ചു. യോയാദ യോനാഥാനെ ജനിപ്പിച്ചു. യോനാഥാൻ യദ്ദുവയെ ജനിപ്പിച്ചു. യോയാക്കീമിന്റെ കാലത്ത് പിതൃഭവന തലവന്മാരായിരുന്ന പുരോഹിതന്മാർ സെറായ കുലത്തിന് മെരായ്യാവ്, ഇരമ്യാ കുലത്തിന് ഹനന്യാവ്, യസ്രാ കുലത്തിന് മെശുല്ലാം, അമര്യാ കുലത്തിന് യഹോഹാനാൻ, മല്ലൂ കുലത്തിന് യോനാഥാൻ, ശെബന്യാ കുലത്തിന് യോസെഫ്, ഹാരീം കുലത്തിന് അദ്ന, മെരായോത്ത് കുലത്തിന് ഹെൽക്കായി, ഇദ്ദോ കുലത്തിന് സെഖര്യാവ്, ഗിന്നെഥോൻ കുലത്തിന് മെശുല്ലാം, അബിയാ കുലത്തിന് സിക്രി, മിന്യാമീൻ കുലത്തിനും മോവദ്യാ കുലത്തിനും പിൽത്തായി, ബിൽഗാ കുലത്തിന് ഷമ്മുവ, ശെമയ്യാ കുലത്തിന് യഹോനാഥാൻ, യോയാരീബ് കുലത്തിന് മഥനായി, യദായ കുലത്തിന് ഉസി, സല്ലായി കുലത്തിന് കല്ലായി, ആമോക്ക് കുലത്തിന് ഏബർ, ഹിൽക്കിയാ കുലത്തിന് അശബ്യാവ്, യദായ കുലത്തിന് നെഥനയേൽ, എല്യാശീബ്, യോയാദ, യോഹാനാൻ, യദുവ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാർസി രാജാവായ ദാര്യാവേശിന്റെ കാലത്ത് പുരോഹിതന്മാരെയും പിതൃഭവന തലവന്മാരായി എഴുതിവെച്ചു. ലേവ്യരായ പിതൃഭവന തലവന്മാർ ഇന്നവരെന്ന് എല്യാശീബിന്റെ മകനായ യോഹാനാന്റെ കാലം വരെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരുന്നു. ലേവ്യരുടെ തലവന്മാർ ഹശബ്യാവ്, ശേരബ്യാവ്, കദ്മിയേലിന്റെ മകൻ യേശുവ എന്നിവരും അവരുടെ സഹകാരികളായ സഹോദരന്മാരും ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന പ്രകാരം തരം തരമായി നിന്ന് സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു. മത്തന്യാവും ബക്ബൂക്യാവ്, ഓബദ്യാവ്, മെശുല്ലാം, തൽമോൻ, അക്കൂബ് എന്നിവർ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗൃഹങ്ങൾ കാക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു. ഇവർ യോസാദാക്കിന്റെ മകനായ യേശുവയുടെ മകനായ യോയാക്കീമിന്റെ കാലത്തും ദേശാധിപതിയായ നെഹെമ്യാവിന്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതന്റെയും കാലത്തും ഉണ്ടായിരുന്നു. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അങ്ങനെ സംഗീതക്കാരുടെ വർഗം യെരുശലേമിന്റെ ചുറ്റുമുള്ള പ്രദേശത്തു നിന്നും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത്ത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവേത്തിന്റെയും നാട്ടുപുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിന്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. പിന്നെ ഞാൻ യഹൂദ പ്രഭുക്കന്മാരെ മതിലിന്മേൽ കൊണ്ടുപോയി സ്തോത്രഗാനം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ടതിന് 2 വലിയ കൂട്ടങ്ങളെ നിയമിച്ചു. അവയിൽ ഒന്ന് മതിലിന്മേൽ വലതുഭാഗത്തുകൂടി കുപ്പവാതിൽക്കലേക്ക് പുറപ്പെട്ടു. അവരുടെ പിന്നാലെ ഹോശയ്യാവും യഹൂദ പ്രഭുക്കന്മാരിൽ പാതി പേരും നടന്നു. അസരിയാവും എസ്രായും മെശുല്ലാമും യഹൂദായും ബെന്യാമീനും ശെമയ്യാവും ഇരമ്യാവും കാഹളങ്ങളോടുകൂടെ പുരോഹിത പുത്രന്മാരിൽ ചിലരും ആസാഫിന്റെ മകനായ സക്കൂരിന്റെ മകനായ മീഖായാവിന്റെ മകനായ മത്തന്യാവിന്റെ മകനായ ശെമയ്യാവിന്റെ മകനായ യോനാഥാന്റെ മകൻ സെഖര്യാവും ദൈവപുരുഷനായ ദാവീദിന്റെ വാദ്യങ്ങളോടുകൂടെ അവന്റെ സഹോദരന്മാരായ ശെമയ്യാവ് അസരയേലും മീലലായിയും ഗീലലായിയും മായായിയും നെഥനയേലും യഹൂദായും
ഹനാനിയും നടന്നു. എസ്രാ ശാസ്ത്രി അവരുടെ മുമ്പിൽ നടന്നു. അവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിന്റെ നഗരത്തിന്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിന്റെ അരമനയ്ക്കപ്പുറം മതിലിന്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. സ്തോത്രഗാനക്കാരുടെ രണ്ടാം കൂട്ടം അവർക്കെതിരെ ചെന്നു. അവരുടെ പിന്നാലെ ഞാനും ജനത്തിൽ പാതിയും മതിലിന്മേൽ ചൂളഗോപുരത്തിന് അപ്പുറം വിശാല മതിൽ വരെയും എഫ്രൈം വാതിലിനപ്പുറം പഴയ വാതിലും മീൻ വാതിലും ഹനനേലിന്റെ ഗോപുരവും ഹമ്മേയ ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹ വാതിൽക്കൽ നിന്നു. അങ്ങനെ സ്തോത്രഗാനക്കാരുടെ കൂട്ടം രണ്ടും ഞാനും എന്നോടുകൂടെയുള്ള പ്രമാണികളിൽ പാതി പേരും നിന്നു. കാഹളങ്ങളോടുകൂടെ എല്യാക്കീം, മയസേയാവ്, മിന്യാമീൻ, മീഖായാവ്, എല്യോവേനായി, സെക്കരിയാവ്, ഹനന്യാവ് എന്ന പുരോഹിതന്മാരും മയസേയാവ്, ശെമയ്യാവ്, എലയാസാർ, ഉസ്സി, യഹോഹാനാൻ, മൽക്കിയാവ്, ഏലാം, ഏസർ എന്നിവരും ദൈവാലയത്തിനരികെ വന്നു നിന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാട്ടുപാടി. ഇസ്രഹിയാവ് അവരുടെ പ്രമാണിയായിരുന്നു. അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. അന്ന് ശുശ്രൂഷിച്ചു നിൽക്കുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദാജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും നടത്തി. സംഗീതക്കാരും വാതിൽ കാവൽക്കാരും ദാവീദിന്റെയും അവന്റെ മകനായ ശലോമോന്റെയും കൽപ്പന പ്രകാരം ചെയ്തു. പണ്ട് ദാവീദിന്റെയും ആസാഫിന്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രവുമായുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും സെരുബാബേലിന്റെ കാലത്തും നെഹമ്യാവിന്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു. ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു.